ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ മാതാവ് വഴി നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം അമ്മ വഴിയാൻ നമുക്ക് ലഭിക്കുന്ന എല്ലാ ദൈവ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുടെ ലേഖനത്തിലെ നമ്മൾ വായിക്കുന്നു, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അപ്പോൾ ഈ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഈശോയെ നമുക്ക് നൽകിയതാണ് പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ സമയം. നമുക്കറിയാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാർക്കും പരിശുദ്ധാമ്മയുടെ ഈ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ, നന്മകൾ, ദൈവാനുഗ്രഹം ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പിതാവായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് പരിശുദ്ധാമ്മയെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ അനുവദിച്ചതിന്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത്, ജന്മമെടുക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് നമുക്കറിയാം. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മത്തിന്, ജന്മപാപമില്ലാതെ ജനിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് അവസരം നൽകിയ, അനുവദിച്ച പിതാവായ ദൈവത്തിന് നന്ദി. പുത്രനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കുരിശിൽ കടന്നുകൊണ്ട് മരണത്തിൻ്റെ അവസാന നിമിഷത്തിലേക്കെത്തി, സഹനത്തിൻ്റെ ആ ഏറ്റവും ഉന്നതമായ ഭീകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തോട്, മനുഷ്യരോട് അവിടത്തേക്കുള്ള കാരുണ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും അമ്മയായി ഈശോ നൽകിയത്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. ഈശോയോട് നമുക്ക് നന്ദി പറയാം. കുരിശിൽ കിടന്നുകൊണ്ട് പീഡാനുഭവത്തിൻ്റെ, പീഡാസഹനത്തിൻ്റെ ഏറ്റവും ഭീകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴും, മരണത്തെ മുഖാഭിമുഖം കാണുമ്പോഴും ലോകത്തെ നോക്കുന്ന ഈശോയ്ക്ക് നമ്മോടുള്ള കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയെ നമുക്ക് എല്ലാവർക്കും മാതാവായി നൽകി. തൻ്റെ അമ്മയെ യോഹന്നാന് ഭരമേൽപ്പിച്ചുകൊണ്ട് യോഹന്നാനിലൂടെ വിശ്വാസികളായ ഓരോരുത്തർക്കും അമ്മയെ നൽകുന്ന ഈശോയുടെ വലിയ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തോട് നമുക്ക് സ്തോത്രം പറയാം. ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കിട്ടുന്ന സ്ഥാനം എന്താണ്, മഹിമ എന്താണെന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയായി മറിയത്തെ ഉയർത്തുക വഴിയായി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ത്രിയേക ദൈവത്തിൻ്റെ വലിയ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമാതാവ് ഇന്നേ ദിവസം നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും സാന്നിധ്യവുമൊക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അമ്മയോട് നമുക്ക് പ്രത്യേകമായ അടുപ്പവും പ്രാർത്ഥനയിലൂടെയുള്ള ഒരു ഐക്യപ്പെടലും പലപ്പോഴും നമുക്ക് സാധ്യമായിട്ടുണ്ട്. ദൈവമാതാവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നത്, അത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കാൻ സന്നദ്ധയായെന്നുള്ളതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം, നിൻ്റെ വചനം എന്നിൽ സംഭവിക്കട്ടെ എന്ന ഉത്തരത്തിലൂടെ രക്ഷാകര ചരിത്രത്തിൽ വലിയ ദൈവിക ഇടപെടലിന് കാരണമാവുകയാണ്. പരിശുദ്ധാമ്മയുടെ ജീവിതം മുഴുവനും ഇങ്ങനെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതായി നാം കാണുന്ന വഴി
പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്ന, മാധ്യസ്ഥം തേടുന്ന നമ്മൾ ഓരോരുത്തരും ദൈവഹിതത്തിന് വിധേയപ്പെടേണ്ടവരാണെന്നും കൂടെ അമ്മ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്. ഈ ദൂതം വന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല, ദൂതം മറഞ്ഞു പോയപ്പോഴും, പിന്നെ ദൈവികമായ പ്രത്യേകമായ ഇടപെടലോ സാന്നിധ്യങ്ങളോ അനുഭവിക്കാത്തപ്പോഴും, തൻ്റെ പുത്രന് ജന്മം കൊടുക്കുമ്പോഴും, ആ പിറന്നു വീണ ശിശുവുമായിട്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും, നാടും വീടും മാറി മാറി താമസിക്കേണ്ടി വന്നപ്പോഴും, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോഴും, ഏറ്റവും അവസാനം തൻ്റെ പുത്രൻ്റെ മരണസമയത്ത് അവിടെ സന്നിഹിതയായി ഇരിക്കേണ്ടി വന്നപ്പോഴും പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് വിധേയപ്പെടുക തന്നെ ചെയ്തത്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് തന്നെയാണ് അമ്മ വളർന്നതും. അതുകൊണ്ട് തന്നെ ഈ അമ്മ ഈ മകനെ പരിശീലിപ്പിച്ചതുപോലെ തന്നെയാണ് ഈശോയുടെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളിൽ തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, പിതാവെ അങ്ങയുടെ ഇഷ്ടത്തിന് എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി വിട്ടുതരുന്നു, അങ്ങയുടെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ, അങ്ങയുടെ ഹിതം പ്രകാരം എല്ലാം വരട്ടെ എന്ന് ഈശോ പറയുന്നത് ഈ അമ്മയിൽ നിന്ന് കിട്ടിയ പരിശീലനം കൊണ്ടാണ്. ഈ അമ്മ നമ്മുടെ അമ്മയായിരിക്കുമ്പോൾ നമ്മളെയും പരിശീലിപ്പിക്കുന്നത് ഈ ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ അമ്മ മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് അത് ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു കൃപയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്കുള്ള അരുളപ്പാടിന് ശേഷം ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ ചെല്ലുന്ന സംഭവം ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ 41 മുതൽ നമ്മൾ വായിക്കുകയാണ്. അവൾ സഖറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന് അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ ഒരു അഭിഷേകം, ഒരു അനുഭവം അവൾക്കുണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴിയാണ്. പരിശുദ്ധ അമ്മയും ഗർഭിണിയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ശാരീരികവുമായ മറ്റ് ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിലും തൻ്റെ ചാർച്ചക്കാരിയെ, തൻ്റെ ബന്ധുവിനെ ചെന്ന് കാണുവാനും ഏതാനും നാളുകൾ അവിടെ നിന്ന് അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുമുള്ള പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം, വലിയൊരു മനസ്സ് ശുശ്രൂഷ ചെയ്യുന്ന നമുക്കുമുള്ള ഒരു മാതൃകയാണ്. ഇതും അമ്മ നമ്മളെ പരിശീലിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്, നമുക്ക് നമ്മുടേതായ അസ്വസ്ഥതകളുണ്ട്, നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്. അപ്പോഴും മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങൾ കണ്ട് അവിടെ ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വലിയൊരു പരിത്യാഗത്തിൻ്റെയും വലിയൊരു സ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിലും കൂടെ നമുക്ക് ഈ സംഭവത്തെ കാണാം. തൻ്റെ ബന്ധുവിനെ പോയി കണ്ട് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന അമ്മ. അവസാന നിമിഷം യോഹന്നാൻ്റെ സുവിശേഷം 19 മറ്റൊരു ബന്ധത്തിലേക്കും കൂടെ പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വെക്കുകയാണ്. ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് മറ്റൊരു ബന്ധത്തിന് ഈശോ തുടക്കം കുറിക്കുന്നു. അമ്മ അതിന് കാരണമാകുന്നു. അവിടെ നമ്മുടെ ബന്ധങ്ങളുടെ ഇടയിൽ, അത് നമ്മുടെ സൗഹൃദങ്ങളായിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം, അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായമുണ്ടെങ്കിൽ അത്ഭുതകരമായ അനുഭവങ്ങളും ഐക്യവും അവിടെ ഉണ്ടാകുമെന്ന് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും ഒരു സ്ഥലത്ത് മരിയൻ ധ്യാനം നടത്താൻ വേണ്ടി പോയി. ആ ഒരു ദിവസം രാത്രിയിൽ അവിടെ ഒരു നൈറ്റ് വിജിലിന് അവർ ആവശ്യപ്പെട്ടു. സ്വിറ്റ്സർലൻഡിലാണ്, പക്ഷെ മലയാളികളാണ് പങ്കെടുക്കുന്നത്. ഒരു 150 പേര് കാണും. ഈ നൈറ്റ് വിജിലിൻ്റെ കുർബാന കഴിഞ്ഞ് ഒരല്പം ഇൻ്റർവെൽ സമയത്തേക്ക് മാറി നിൽക്കുമ്പോൾ അവിടുത്തുകാരിയായ ഒരു സ്ത്രീ സ്റ്റേജിൽ വന്ന മൈക്കെടുത്ത് ഒരു വലിയൊരു ജപമാല, നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന വലിയ ഒരു ജപമാല എടുത്ത് ഇങ്ങനെ വീശി എന്തൊക്കെ പറയുന്നു. അത് ജർമ്മൻ ഭാഷയിലാണ് പറഞ്ഞത്, എനിക്ക് ആ ഭാഷ മനസ്സിലായില്ല. അപ്പം അതിന് അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയ മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ എന്നോട് ചോദിച്ചു, അച്ഛാ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭാഷ അറിയത്തില്ല, മനസ്സിലായില്ല. അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞത്, അതും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ അച്ഛനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ട് എന്നോട് ആവശ്യപ്പെടുകയും ഞാനൊരു പ്രാർത്ഥന അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് സംഭവം ഓർമ്മയിൽ വന്നത്. ഏതാനും വർഷം മുമ്പ് മലയാളിയായൊരു നേഴ്സ് എനിക്ക് മെസ്സേജ് വിട്ടു. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന പ്രൊട്ടസ്റ്റൻ്റുകാരി ഒരു സഹോദരി നേഴ്സ്, അവരുടെ കുടുംബത്തിലാകെ പ്രശ്നം, അവരുടെ ഏക മകന് എപ്പിലിപ്സി രോഗം.
അത് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തുടർന്ന് ഭർത്താവ് ഇവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സഹോദരി ആകെ വിഷമത്തിലാണ്. അപ്പോൾ അവരച്ഛനോട് പ്രാർത്ഥന ചോദിച്ചു. അങ്ങനെയാണ് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. ഞാനൊരു പ്രാർത്ഥന ഇംഗ്ലീഷിലുള്ളത് അയച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ജപമാല ചൊല്ലുവാൻ. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് ഈ പ്രൊട്ടസ്റ്റുകാർ ജപമാല ചൊല്ലില്ല. അവർക്ക് അത്രമാത്രം എതിർപ്പും പ്രതിഷേധവും ഒരുപക്ഷെ അറപ്പുമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ. എങ്കിലും കിട്ടിയ അവസരമാണല്ലോ, അവർ ജപമാല ചൊല്ലുവാണെങ്കിൽ ചെല്ലട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ നിർദ്ദേശം കൂടെ അതിൽ എഴുതി വിട്ടത്. അത് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഈ സ്ത്രീ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. എൻ്റെ ആ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. പിന്നീടാണ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ജപമാല ചെല്ലുന്ന കാര്യം കൂടെ അച്ഛൻ പറഞ്ഞല്ലോ എന്നോർത്ത്, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്കറിയത്തില്ല, എങ്കിലും ഞങ്ങൾ പോയി ഒരു ജപമാല മേടിച്ചു, ഒരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ച് ആ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചൊല്ലിത്തുടങ്ങി. 6 മാസം ആകുമ്പോഴത്തേക്കും ഈ മകൻ്റെ ഈ എപ്പിലിപ്സി രോഗം പരിപൂർണമായി സൗഖ്യപ്പെട്ടു. ഭർത്താവ് അതുകൊണ്ട് കുടുംബത്തിൽ ആ ഡൈവോഴ്സ് അനുബന്ധ കാര്യങ്ങളൊക്കെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്ന് മാത്രമല്ല, അവരുടെ 2 സഹോദരിമാർ, അവരും ഇപ്പോഴും പ്രൊട്ടസ്റ്റൻ്റുകാർ തന്നെയാണ്, വിശ്വാസത്തിൽ മാറിയിട്ടില്ല. എങ്കിലും അവരും എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഇടപെടൽ വഴിയായി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് നമ്മുടെ അത്ഭുതങ്ങൾ നടക്കുക മാത്രമല്ല, ആ കുടുംബ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ആ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനും സുസ്ഥിരമാക്കുവാനും ഉള്ള മാധ്യസ്ഥം സഹായ അമ്മ തരുന്നു. ഇവിടെ നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ടെന്നുകൂടെ നമുക്ക് ഈ സംഭവത്തിലൂടെ ഓർക്കാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ പിറന്നാൾ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളും കുറേയും കൂടെ മനോഹരമാക്കുവാൻ, ദൈവികമാക്കുവാൻ, വിശുദ്ധമാക്കുവാൻ, സൗഹൃദപൂർണ്ണമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ചോദിക്കാം. മറ്റൊരു കാര്യം, അഭിവാദനം കേൾക്കുമ്പോഴാണ് ഈ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായത്. വിശുദ്ധ ബൊനവഞ്ചർ പറയുന്നത് എങ്ങനെയാണ്? ഇഫ് യു ഗ്രീറ്റ് മേരി വിത്ത് ഹെയിൽ മേരി, ഷീ വിൽ ഗ്രീറ്റ് യു ദെയർ ഇൻ ഹെവൻ. നമ്മൾ മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് അഭിവാദനം ചെയ്താൽ, അഭിസംബോധന ചെയ്താൽ, സ്വർഗത്തിൽ അവൾ നമ്മളെയും അഭിവാദ്യം ചെയ്യും. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയുടെയും മറുപടി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ മനോഹരമാക്കുവാൻ, ദൈവികമാക്കുവാൻ, അത് മറ്റുള്ളവർക്ക് അനുഭവമായി തീരുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫ്രഞ്ച് എഴുത്തുകാരനും ആത്മീയ സ്പിരിച്വൽ റൈറ്ററായ ജോൺ ബാപ്റ്റിസ്റ്റ് പറയുന്നത്, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് കൂടെ കൂടെ നോക്കുക. യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലേക്ക് കൂടെ കൂടെ നോക്കുക. അപ്പോൾ അമ്മയുടെ ഈ ഒരു സാന്നിധ്യം, അമ്മയുടെ കണ്ണുകളിലേക്കുള്ള ഈ നോട്ടം, ആ കണ്ണിലും ഹൃദയത്തിലും ജീവിതത്തിലുമുള്ള ദൈവികമായ പുണ്യങ്ങൾ നമ്മളിലേക്ക് കൈമാറുന്ന സമയമാണ്. കൃപ നിറഞ്ഞവളെ എന്നാണ് ദൂതൻ അഭിസംബോധന ചെയ്യുക. വേറെ ആരെയും ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നോക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ, ആ ദൈവികമായ കൃപാവരങ്ങളും നമ്മളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ അത് നമ്മൾ പരിശുദ്ധ അമ്മയെ അഭിവാദ്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അമ്മ തിരിച്ചു നമ്മളെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്ന വ്യക്തിയിൽ യേശു വളരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാതാവിനോട് മാധ്യസ്ഥം ചോദിക്കുന്നത്, സഹായം ചോദിക്കുന്നത് കേവലമായ ആ ഒരു ബന്ധത്തിനല്ല, അതിലൂടെ യേശുവിലേക്കുള്ള ബന്ധം വളരുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ്. ദൈവത്തിൻ്റെ വചനത്തെ ഇത്രമാത്രം ഗൗരവമായി എടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ ഇത്രമാത്രം വലിയ ഒരു ധ്യാന വിഷയമാക്കി മാറ്റിയ മറ്റൊരു വ്യക്തിയും ഉണ്ടാകാൻ സാധ്യതയില്ല. അമ്മയുടെ ജീവിതത്തിലുടനീളം കേട്ടതും അനുഭവിച്ചുമായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ധ്യാനനിരതയായി ജീവിക്കുകയാണ് ചെയ്തത്. മജുഗോറി എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഒത്തിരി അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ്. അവിടെ ഒരിക്കൽ പോകാനുള്ള ഒരു അവസരം ദൈവം തന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ എൻ്റെ 25,000 ആളുകളെന്ന് നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നുണ്ട്.
അന്ന് രാവിലെ, പിറ്റേ ദിവസം രാവിലെ പരിശുദ്ധാമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കിട്ടിയ വ്യക്തികളിൽ മരിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി അവിടെ വന്ന് തീർത്ഥാടകരോട് സംസാരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കുന്നു. ഏതാണ്ട് 40 മിനിറ്റ് സമയമാണ് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. അതിലേതാണ്ട് 20-22 മിനിറ്റുകളും അവർ മൗനമായിരുന്നു. കാരണം ആ സംസാരത്തിൽ ഞങ്ങളോട് പറഞ്ഞു, അന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങൾ ധ്യാനിക്കണമെന്നും നിശബ്ദതയിൽ പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് അല്പസമയം നിശബ്ദമായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഏതാണ്ട് 20-22 മിനിറ്റോളം അവർ ആ സമൂഹം മുഴുവനും നിശബ്ദതയിലായിരുന്നു. വലിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ശബ്ദബഹള കോലാഹലത്തിലല്ല, മറിച്ച് നിശബ്ദതയിലേക്ക്, ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, അതിനുവേണ്ടി നമ്മളെ പരിശീലിപ്പിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞതുപോലെ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നിങ്ങൾ തിരിയണം. മഹാപണ്ഡിതനാണ്, മഹാജ്ഞാനിയാണ്, ദൈവശാസ്ത്രജ്ഞനാണ്, പിന്നെ നമ്മുടെ മാർപ്പാപ്പയായിരുന്നു. ആ വലിയ മനുഷ്യൻ പറയുകയാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യത്തിലേക്ക് നമ്മൾ തിരിയണമെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മൾ തിരിയണം. പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കുവാൻ അമ്മ സാഹചര്യം ഒരുക്കുകയാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്ക്, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ നമ്മളെ അമ്മ സഹായിക്കും. ഇന്നേ ദിവസം നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് അമ്മയുടെ സഹായം ചോദിക്കാം. മറ്റൊരു പ്രത്യേകത, ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം ആലപിക്കുന്ന വ്യക്തിയാണ്. ഒരു പൊട്ടക്കഥ ഇങ്ങനെയാണ്. ഒരു സാധാ മനുഷ്യൻ മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ ദൂതനോട് പറഞ്ഞു, എനിക്ക് സ്വർഗം മുഴുവൻ കാണണം. അപ്പോൾ ഒരു ദൂതൻ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ പോകുമ്പം ഒരു മുറിയിൽ കുറേ മാലാഖമാരിയ്ക്കുന്നുണ്ട്. അവരെല്ലാം തിരക്ക് പിടിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, മാലാഖയോട് ചോദിച്ചു, അവരെന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ മാലാഖ പറഞ്ഞു, അത് ഈ ദൈവത്തിന് മുമ്പിലുള്ള അപേക്ഷകളും യാചനകളും അഭ്യർത്ഥനകളും നിയോഗങ്ങളും മനുഷ്യൻ്റെ എല്ലാ പരാതികളും ഒക്കെയാണ്. അത് ധാരാളമുണ്ട്. മാലാഖ അവരിങ്ങനെ നല്ല സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ അവർ നടന്ന് ഇങ്ങുമ്പോൾ വേറൊരു മുറിയിലെത്തി. അവിടെയും കുറേ മാലാഖമാർ ഇരിപ്പുണ്ട്. അവർ ചുമ്മാ ഇരിക്കുക. കുറച്ച് പേര് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുന്നു. 2 പേര് ഇങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്തൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, മാലാഖെ അതെന്താ അവർ എഴുതുന്നത്? അപ്പോൾ മാലാഖ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന മാലാഖമാരെല്ലാം ദൈവത്തെങ്കിലേക്ക് ഉള്ള എല്ലാ സ്തോത്രങ്ങളും നന്ദികളും കൃതജ്ഞതകളും സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുക. കാര്യമായിട്ടൊന്നും വരാത്തതുകൊണ്ടാണ് ഈ 2 മാലാഖമാർ കുറച്ച് കാര്യം എഴുതുന്നത്. ഇത് മനുഷ്യൻ്റെ പൊതുപ്രകൃതമാണ്. ദൈവത്തിനു മുമ്പിൽ നമ്മുടെ അപേക്ഷകളും യാചനകളും അഭ്യർത്ഥനകളും പ്രാർത്ഥനകളും ധാരാളമായിട്ട് ഉയരുമ്പോൾ ദൈവം തന്ന അനന്തമായ നന്മകളെ ഓർക്കുവാനും നന്ദി പറയുവാനുമുള്ള മനസ്സ് പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന, അല്ല അമ്മ നമ്മളെ പരിശീലിപ്പിക്കുന്ന പ്രത്യേകത, ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ലൂക്കയുടെ സുവിശേഷം 1:46 മുതൽ നമുക്കറിയാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷണ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ നന്മകൾ, അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ദൈവം തരുന്ന നന്മകളെ ഓർക്കുവാനും ദൈവത്തിന് മുമ്പിൽ കൃതജ്ഞത അർപ്പിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഈ തിരുനാൾ ദിവസത്തിൽ അമ്മയുടെ ഈ പ്രത്യേകതകളെല്ലാം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. 1, അമ്മയുടെ ശുശ്രൂഷാ മനോഭാവം. 2, അമ്മയെപ്പോലെ നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കുവാനുള്ള ഒരു അവസരം. 3, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ധ്യാനിക്കാനും അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് സത്യത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള അവസരം. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനസ്സ്. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് നന്ദി പറയുവാനുള്ള ഒരു നല്ല മനസ്സ്. സ്പാനിഷ് മിസ്റ്റിക്കായ വിശുദ്ധ പീറ്റർ അൽക്കാന്ത്രയുടെ ഒരു ചെറിയ പ്രാർത്ഥന നമുക്ക് ശ്രമിച്ചുകൊണ്ട് ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷ നമുക്ക് സമാപിപ്പിക്കാം. ഓ മറിയമ്മേ, പരമപരിശുദ്ധ കന്യകേ, ദൈവമാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ അതിവിശുദ്ധ സ്ഥലമേ, ഈ പാപിയുടെ ഹൃദയത്തെ നിൻ്റെ വലിയ സ്നേഹം കൊണ്ട് നിറച്ച് ഞാൻ കർത്താവിനെ മാത്രം സ്നേഹിക്കട്ടെ. ആമേൻ.